ഒരു ദിവസം ടി വിയിൽ ഞാനിരുന്ന് ദൃശ്യത്തിൻ്റെ ഒരു സ്പൂഫ് വീഡിയോ കാണുകയാണ്. ഒരു കോമഡി സ്കിറ്റാണത്. അസീസ് നെടുമങ്ങാടാണ് ജോർജ് കുട്ടിയുടെ വേഷം ചെയ്യുന്നത്. മീനയുടെ വേഷം ചെയ്യുന്ന നടിയെ വല്ലാതെ അങ്ങ് ശ്രദ്ധിച്ചു. ആ സീനിൽ പ്രത്യേകിച്ച് അസീസ് നെടുമങ്ങാട് അദ്ദേഹം പണ്ട് കണ്ട സിനിമകളെ ഓർത്തിങ്ങനെ നിൽക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ മീനയുടെ ഒരു ഇടപെടലുണ്ട്. മീനയായി എത്തുന്ന കലാകാരി നിധയാണ്. നിധയാണ് എന്നോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ആ സ്കിറ്റ് ഞാൻ എപ്പോഴും റിപ്പീറ്റ് കാണുന്ന ഒരു സ്കിറ്റാണ്. ഇപ്പോഴും അത് ഒരുപാട് തവണ അതിനെ കാണുകയും അതിൽ പലപ്പോഴും ആ സ്കിറ്റിൽ അന്ന് വൈറലായിട്ടുള്ള പല ആളുകൾക്കും ദൃശ്യം ട്യൂബിൽ പിന്നീട് ചാൻസ് വരെ കിട്ടി എന്നുള്ളതാണ് ആ സ്കിറ്റിന്റെ ഒരു പ്രത്യേകത. എനിക്ക് ഒഴിച്ചു ബാക്കിയല്ല. പാറപ്പള്ളിയിൽ ധ്യാനത്തിന് പോകുന്നതും നിങ്ങളത് അസീസ് നെടുമങ്ങാട് പഠിപ്പിക്കുന്നതും ഗംഭീരമായിട്ടൊരു സ്കിറ്റാണ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ചേച്ചിയെ ഓർത്ത് വെക്കുന്നത്. അതിന്റെ ഒരു ഓർമ്മ എന്നുണ്ട്, ഈ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ മരിച്ചു. രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാ, ചേട്ടനും അനിയനും. അവിടെ ചെന്നപ്പോൾ മരണ വീടാണ്. എനിക്ക് അന്നത്തെ ദിവസം പോകാൻ പറ്റില്ല, ഞാൻ പിറ്റേ ദിവസമാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ആ ഫ്രണ്ടിന്റെ 2 മക്കളും ഈ സ്കിറ്റിന്റെ കാര്യം അവിടെ മരിപ്പൂട്ടി നിന്നിട്ട് ഇങ്ങനെ കാണിക്കാം. പാറപ്പള്ളി ധ്യാനത്തിന് ടൈം ഞാൻ എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. ഉണ്ടല്ലേ, അമ്മമ്മയാ മരിച്ചത്, മരണ വീടാണ്, ചിരിക്കാതെ എന്നെ കൂടെ ചിരിപ്പിക്കുന്ന പിള്ളേർ അവിടെ നിന്നിട്ട്. അപ്പോൾ അവരുടെ അമ്മ ഉൾപ്പെടെ ചിരിക്കുന്നു, എല്ലാവർക്കും ചിരി. അപ്പോൾ പിന്നെ മകൻ പറയാം, കണ്ട ഞാൻ പറയുമ്പോൾ ചേച്ചിക്ക് വിശ്വാസമല്ലല്ലോ, ഞങ്ങളെല്ലാവരും ഈ സ്കിറ്റുകളൊക്കെ ഇരുന്ന് കാണുന്നതാണ്. മരുപ്പ് വീട്ടിൽ ചെന്നിട്ട് വരും ആ സ്കിറ്റിൻ്റെ കാര്യം പറയാം. അത്ര ഒരു ഓളം ഉണ്ടാക്കിയ ഒരു സ്കിറ്റ്. പിന്നെ അത് മില്യൺസ് വ്യൂസ് ആണ്. മാത്രമല്ല അതിൽ ആ സ്കിറ്റ് ചെയ്ത ആളുകൾ പിന്നെ ദൃശ്യം ടൂവിൽ പ്രധാനപ്പെട്ട, അതായത് ലാലേട്ടന്റെ ക്യാരക്ടർ കൊലപാതകം ചെയ്തത് കണ്ട ദൃക്സാക്ഷിയൊക്കെ ആവുന്നത് ആ സ്കിറ്റിലെ ആളുകളാണ്. ഞാനത് എപ്പോഴും സങ്കടത്തോടെ പറയാം, അത് ജീത്തു സാർ എന്നെ മാത്രം കണ്ടില്ലെന്ന് തോന്നുന്നു ആ സ്കിറ്റിലെന്ന്. എന്നിട്ട് അവർക്കൊക്കെ അജിത്തേട്ടൻ, സുമേഷ് അവരൊക്കെ ആ സിനിമയിൽ അഭിനയിച്ചു. കഴിഞ്ഞിടയ്ക്ക് ഒരു ഫംഗ്ഷൻ, ഒരു മെഗാ ഷോ ഉണ്ടായിരുന്നു. അതിന്റെ ഇതിന് വേണ്ടിയിട്ട് സാറ് വന്നപ്പോഴത്തേക്ക് അസീസിക്കയോട് ചോദിച്ചെന്ന്, എന്താടാ നിന്റെ പെണ്ണെന്താടാന്ന് ചോദിച്ചെന്ന്. പക്ഷെ എനിക്ക് അന്നേരം പരിചയപ്പെടാൻ പറ്റിയില്ല, ഞാനപ്പോൾ മേക്കപ്പ് റൂമിലായി പോയതാണ്, കാണാൻ പറ്റിയില്ല. സ്ത്രീകളെ അങ്ങനെ ഒരു കൂട്ടിലിട്ട് വെക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. എന്നാൽ പോലും സ്ത്രീകൾ അന്ന് കാലത്ത് 90കളിലോ അല്ലെങ്കിൽ 2000കളിലോ ഒന്നും അധികം ചെയ്തിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ ചേച്ചി ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ബൈക്ക് ഓടിക്കുക. ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടെ ലൊക്കേഷനിൽ നമ്മുടെ ഫ്രെയിമിൽ ഒരു ബൈക്ക് വരുമ്പോൾ ചേച്ചി എടുത്ത് അങ്ങ് പോവുകയാണ് ബൈക്ക് നിൽക്കുക. സാധാരണ ആർട്ടിസ്റ്റ് അങ്ങനെ ചെയ്യാറില്ല, മറ്റേത് സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ബൈക്ക് ഓടിക്കാനുള്ള ആഗ്രഹം, സിനിമാറ്റോഗ്രാഫി പഠിക്കാനുള്ള ആഗ്രഹം, ഇതിന്റെ ഒക്കെ പിന്നിലെ കഥ എന്താ? സിനിമാറ്റോഗ്രാഫി ഞാനൊരു 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യമാണ്. എനിക്ക് ഈ സിനിമയോടും സിനിമ കമ്പമൊക്കെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. സ്കൂളിൽ വെച്ച് ഞാൻ ഈ നാടകത്തിലും പിന്നെ ഒരു സീരിയലിൻ്റെ അകത്ത് പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതിന് തന്നെ ഞാൻ ഒരുപാട് ഉപദ്രവം സഹിച്ചിട്ടുണ്ട് എൻ്റെ സ്കൂളിൽ നിന്ന്. എന്നെ എഴുന്നേപ്പിച്ച് എല്ലാവരുടെ മുന്നിൽ നിർത്തിയിട്ട്, ഓ അവളൊരു സിനിമാ നടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സ്കൂളിൽ ഒരു ലീവ് എടുത്തു. സീരിയലിൽ ബീന ആന്റണി നായികയായിട്ടുള്ള ഒരു സീരിയല് എസ് എൻ കോളേജിൽ നടക്കുമ്പോൾ കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട് അഭിനയിക്കാൻ വിളിച്ചു. ഞാൻ പോയി അഭിനയിച്ചു. പിറ്റേ ദിവസം ക്ലാസ്സിൽ എന്താ ലീവ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നുണ പറയാൻ അന്നും ഇന്നും ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, ഉള്ള സത്യം പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സീരിയലിൻ്റെ ഷൂട്ടിന് പോയെന്ന് പറഞ്ഞപ്പോൾ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളാണ്. നമ്മളൊരു ഫാദർ ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു പോയി. അതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞ് വെറുതെ ഇതാക്കുന്നില്ല. പുള്ളി ഉടനെ അത്രയും 62 കുട്ടികളുള്ള ക്ലാസ് റൂം ആയിരുന്നു എൻ്റെ. അവിടെ ആ ബാക്കിയുള്ള 61 പേരുടെ മുന്നിൽ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തി എന്നെ പിച്ചി അടിച്ചു. എന്നിട്ട് അവളൊരു സിനിമാ നടി വന്നിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കളിയാക്കുകയും വേദനിപ്പിക്കുകയും ഒത്തിരി ഇൻസൾട്ട് ഞാൻ സഹിച്ചിട്ടുണ്ട്. അതൊരു വാശിയായിട്ട് എടുത്തതാണ്. ഞാൻ ഇന്നിപ്പോൾ ഒരു അഭിനേത്രിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ അന്ന് തോന്നിയൊരു വാശി തന്നെയാണ്. ഇന്ന് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അഭിനയം തന്നെ തിരഞ്ഞെടുക്കണമെന്ന് അന്ന് കുട്ടിക്കാലത്ത് തോന്നിയൊരു വാശി തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. പിന്നെ ബൈക്ക് ഓടിക്കുക എന്ന് പറഞ്ഞാലും അന്ന് എൻ്റെ വീടിനടുത്ത് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ബൈക്ക് ഓടിക്കുന്ന, ഒരു ഷെഹന എന്ന് പറയുന്ന ചേച്ചി. പുള്ളിക്കാരി ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ തോന്നിയൊരു കമ്പം. 97-98 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഞാനന്ന് സ്കൂൾ ടൈമാണ്. അപ്പോൾ എൻ്റെ 9ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിട്ട് പുള്ളിക്കാരി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കാൻ വരുമല്ലോ. അപ്പോൾ ടീച്ചർ ആയിട്ട് വന്നു. അപ്പോൾ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പോലും ഈ ബുള്ളറ്റിലൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. പുള്ളിക്കാരി കോളേജിൽ പഠിക്കാൻ പോകുന്നത് പോലും ആ ബുള്ളറ്റിൽ, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നത്
ആ കക്ഷി മാത്രമേ ഉള്ളൂ ബൈക്ക് ഓടിച്ച് കാണുന്നത്. അപ്പൊ അത് കണ്ട കാലം മുതൽ തോന്നിയ ഒരു ആഗ്രഹം. ഇന്നത്തെ പോലെ റൈഡർ ഗേൾസ് ഒന്നും വന്നില്ല. ഇല്ല അന്ന് ഇപ്പൊ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ ബൈക്ക് ഓടിച്ചു പോകുമ്പോ അതിശയത്തിൽ നോക്കുന്ന ആൾക്കാരാണ്. അപ്പൊ പിന്നെ അന്നത്തെ കാലം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 10-25 വർഷം മുമ്പുള്ള കാലം. എങ്ങനെയാ ബൈക്ക് ഓടിക്കാൻ പഠിച്ചത്? ഞാൻ എൻ്റെ അച്ഛൻ്റെ ബൈക്ക് ഉരുട്ടി മറിച്ചിട്ട് നിവൃത്തി എടുത്ത് ഓടിക്കും, പിന്നെ മറിച്ചിടും. അങ്ങനെ ഓരോരുത്തരും ഓടിക്കുമ്പോ ഇങ്ങനെ നോക്കി നിൽക്കും, എങ്ങനെയാണ് ഇവര് ഗിയർ ചേഞ്ച് ചെയ്യണൊക്കെ നോക്കിക്കും. എന്നിട്ട് എന്റെ അച്ഛന്റെ വണ്ടിയില് പിറകിലിരുത്തി പഠിപ്പിച്ചു തന്നിട്ടൊന്നും ഇല്ല അങ്ങനെ ഇല്ല. ഞാൻ തന്നെ പഠിച്ചതാണ്. എനിക്ക് ഇതിലൊന്നും ക്ലച്ചും ആക്സിലറേറ്ററും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷൻ ഉണ്ടല്ലോ, അതൊക്കെ വീണ് തന്നെയാ പഠിച്ചത്. അല്ലാണ്ട് ആരും ഇതാക്കിയ എന്റെ ഈ ഒരു കൈ വെറുതെ ഷോയ്ക്ക് വെച്ചിരിക്കണ പോലെ 9 വർഷം മുമ്പ് ബൈക്കെന്നൊന്ന് വീണതാണ്. വേറൊരാളുടെ വണ്ടിയായിരുന്നു, അതിന്റെ ബ്രേക്ക് കുറച്ച് പ്രശ്നമാണ്. ഞാനിങ്ങനെ ബ്രേക്ക് ചെയ്തപ്പോഴത്തേനും ഇതിങ്ങനെ ഇസഡ് പോലെ ഇങ്ങനെ പോയി റൈറ്റിലേക്ക് വീണ് കൈ കുത്തി വീണിട്ട് കൈക്കുഴ ഊരിപ്പോയി. അങ്ങനെ ഇത് ഒരു 9-10 വർഷമായിട്ട് ഈ കൈ ഇങ്ങനെ ഭയങ്കര ബലമൊന്നുമില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഇടതുകൈക്ക്. ഇത് അധികം ഉപയോഗിച്ചാൽ വേദനയാവും. ആക്ച്വലി റൈറ്റ് ഹാൻഡർ ആണ് ചെയ്തോണ്ടിരുന്ന എല്ലാം. പക്ഷെ ബാഗ് തൂക്കി തൂക്കി തന്നെ ഒരുവിധം നമ്മൾ പ്രോഗ്രാം വർഷങ്ങളായല്ലേ, ഞാനിപ്പോ 25 വർഷത്തിന് മേലെയായി, 4 നൂറ്റാണ്ട് കഴിഞ്ഞു. ഞാൻ അതിൽ നിന്ന് ഇത്രയും വർഷം ബാഗ് തൂക്കിയതിന്റെ ഒരു വേദനയുടെ കൂടെയാണ് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അപ്പൊ അതും കൂടെ ആയപ്പം പൂർണ്ണമായി. ആരാ ഇഷ്ടപ്പെട്ട സിനിമാറ്റോഗ്രാഫർ? അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട്. അളകപ്പനാണ്. അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇഷ്ടപ്പെട്ട നടൻ ആരാന്ന് ചോദിക്കുക, അതാണ് പാർത്ഥിപൻ. ഭയങ്കര ഇഷ്ടമാണ്. എന്താന്നറിയില്ല, എനിക്ക് തമിഴ് മൂവിയോട് ഒരു ഭയങ്കര ഇഷ്ടമാണ്. തമിഴ് കൾച്ചർ മൊത്തത്തിൽ ഇഷ്ടമാണ്. ഞാനൊരു 1.5 വർഷം ചെന്നൈയിലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പം മുതൽ എനിക്ക് അവരുടെ ആ ഒരു കൾച്ചറിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഈ രാവിലെ എഴുന്നേറ്റ് കോല ഇടുന്നതും അവരുടെ ഫുഡ്, പൊങ്കല്, അതുപോലുള്ള ഇഡ്ലി, പൊങ്കല്, സാദം, തൈര് സാദം, സാമ്പാർ സാദം, അങ്ങനത്തെ തക്കാളി സാദം, അങ്ങനെ ഭയങ്കര അതിനോടൊക്കെ ഒരു ഒരുപാട് റൈസസ് ഉണ്ട്. അതെല്ലാം ഭയങ്കര ടേസ്റ്റിയാണ് ഫുഡ്. പിന്നെ അവരുടെ ചേല ചുറ്റുന്നത് എന്തോ എനിക്ക് തമിഴ് കൾച്ചറിനോടും ഭയങ്കര ഇഷ്ടമാണ്, തമിഴ് ഭാഷയോടും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ തമിഴ് അക്ഷരമാല പുസ്തകം വെച്ച് വരെ തമിഴ് പഠിച്ച് വായിക്കാനൊക്കെ പഠിച്ച് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എവിടെയെങ്കിലും ദൂരത്തൊക്കെ പോകുമ്പോൾ മാഷിട്ട് നിതമ്മ അത് ആ ബോർഡൊന്ന് വായിച്ചെന്നൊക്കെ പറയും, തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴൊക്കെ. സംഭാഷണ ശൈലി ഭയങ്കര നാച്ചുറലായിട്ട് തോന്നും, ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ഒരിക്കലും കാണണം, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടായാലും ഒരു സീനെങ്കിലും അദ്ദേഹത്തിന്റെ ഒപ്പം. ഭയങ്കര ക്രഷുള്ള ഒരു സത്യം, എനിക്ക് ഭയങ്കര ക്രഷാണ്. അമ്മു ആകിയ ഞാൻ, ഒറ്റ സ്വരുപ്പ്, ഒറ്റയ്ക്ക് നിന്ന് ഒരാൾ അത്രയും മണിക്കൂർ നമ്മളെ എങ്ങനെ എന്റർടൈൻ ചെയ്തു എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നു അദ്ദേഹം കണ്ടേക്കാളും കൂടുതൽ അദ്ദേഹത്തിന്റെ പടങ്ങൾ മുഴുവൻ ഞാനാണ് കണ്ടിരിക്കണെന്ന്. അധികം ഒന്നുമില്ല, പക്ഷെ ഉള്ള സിനിമകളെല്ലാം പാർത്ഥിവസാറിന്റെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ ഇവിടുത്തെ ശ്രീനിവാസൻ സാറിനൊക്കെ ഉള്ളൊരു സർക്കാസം ഉണ്ടല്ലോ സംഭാഷണത്തില്, സംഭാഷണ ശൈലിയിൽ മൊത്തത്തിലും ഭയങ്കര ഫീലിങ്സ് ഒക്കെ വല്ലാണ്ട് നമ്മളെ ഫീൽ ചെയ്യുന്ന അത്ര ഒരു ഇതാണ്.